ഹലോ ഹലോ. ഇന്നൊരു ഷവായ മന്തിയുടെ റെസിപ്പി ആയല്ലോ. അതിന് വേണ്ടി കുറച്ച് ഉള്ളി വെളുത്തുള്ളി ഈക്വൽ ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ട്. കുറച്ച് കൂടിയിട്ട് ഉള്ളി കുഴപ്പമില്ല. പിന്നെ ഒരു വലിയ തക്കാളി, കുറച്ച് മല്ലിയില, പിന്നെ ഉണക്കമുളക്. കാശ്മീരി ഉണക്കമുളക് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നല്ല കളറും ഉണ്ടാവും, എരി അത്രയും ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഒരു നോർമൽ ഉണ്ടായത് അപ്പോൾ അതെടുത്തു. അത് കുറച്ച് സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. കുറച്ച് വിനീഗറും വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ വേഗം ആവുമല്ലോ പറഞ്ഞ് ആക്കിയതാണ് കേട്ടോ. കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കട്ട് ചെയ്യുമ്പോൾ ആ സീഡ് കുറച്ച് പോയി കഴിഞ്ഞാൽ എരി ഒരുപാട് ഉണ്ടാവില്ലല്ലോ. അതിന് വേണ്ടി കട്ട് ചെയ്ത് അതിന് മാറ്റുന്നുണ്ട്. പിന്നെ പൊടികൾ വേണ്ടതെന്ന് വെച്ചാൽ മല്ലിപ്പൊടി അത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, പട്ട ഗ്രാമ്പു ഏലക്ക മാത്രം പൊടിച്ചതാണ് കേട്ടോ. പിന്നെ കുറച്ച് പെപ്പർ പൗഡർ. ഇതെല്ലാം കൂടി ആക്കിയിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളിയും വെളുത്തുള്ളിയും ആദ്യം ഒന്ന് ചതച്ചെടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് മല്ലിയിലയും തക്കാളി ആഡ് ചെയ്യാം. നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കണം കേട്ടോ. തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഉണക്കമുളകില്ലേ, ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്തത് അതും ഇതിൻ്റെ കൂടെ ഇട്ട് നല്ലോണം അരച്ചെടുക്കാം. എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തപ്പോൾ എനിക്ക് ഇത്തിരി കളറ് കുറവുമായിട്ട് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് കാശ്മീരി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ആ പൊടികളെല്ലാം ആഡ് ചെയ്യാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെപ്പർ പൗഡർ ഇതെല്ലാം കൂടി ഇട്ടു. ഒന്നും കൂടി അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള സോൾട്ട്, ചിക്കൻ ആവശ്യത്തിനുള്ള സോൾട്ട്. ഞാൻ പറയാം, കളർ കുറവായതുകൊണ്ട് കാശ്മീരി ആഡ് ചെയ്യേണ്ട. നിങ്ങളെടുക്കുമ്പോൾ കാശ്മീരി എടുക്കാൻ നോക്കുക. നല്ലോണം പേസ്റ്റായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലേക്ക് ഇടാം. എനിക്ക് പറ്റിയ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിക്കൻ എടുക്കുമ്പോൾ എപ്പോഴും ഫുൾ ചിക്കൻ എടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ വലിയ വലിയ പീസ് എടുക്കാൻ നോക്കുക. ഞാനിത് 65-ൻ്റെ പീസാണുള്ളതെല്ലാം. ആകെ ലെഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എപ്പോൾ എടുക്കുമ്പോൾ വലിയ പീസായിട്ട് എടുത്താലാണ് ബെറ്റർ. എന്നിട്ട് സ്കിന്നോടുകൂടിയുള്ള ചിക്കൻ എടുക്കാൻ നോക്കുക. പിന്നെ അതിൽ നല്ല ഫോർക്ക് വെച്ച് നല്ലതായിട്ട് കുത്തു കൊടുക്കുക. ഈ മസാല വരട്ടി മിനിമം ഒരു 2 hours ഫ്രിഡ്ജിൽ വയ്ക്കണം. ഞാനിപ്പോൾ ഏകദേശം ഒരു ഓവർനൈറ്റ് വെക്കുന്നുണ്ട് കേട്ടോ. ഒരു പാത്രത്തിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഒരു 2 hours മിനിമം വെക്കണം കേട്ടോ. പിന്നെ ഞാൻ പിറ്റേ ദിവസം അന്ന് രാത്രി തന്നെ ചിക്കൻ മസാല പിടിച്ചോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനത് കുറച്ച് പീസ് എടുത്തൊന്ന് ഫ്രൈ ആക്കുന്നുണ്ട്. ശാലോ ഫ്രൈ ആണ് കേട്ടോ. നോക്കുമ്പോൾ എന്താ മസാല നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നോക്കുമ്പോൾ മസാല കുഴപ്പമില്ല. അങ്ങനെ കുറച്ച് എടുത്ത് ഫ്രൈ ആക്കുന്നുണ്ട്. ഇത് നമുക്ക് പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ മസാല ഓക്കെ ആണെന്ന് മനസ്സിലായി. ഇതിപ്പോൾ നമ്മൾ പൊറോട്ടയുടെ കഴിച്ചു. ഇനി നമുക്ക് മന്തിക്ക് വേണ്ടി മന്തി മസാല റെഡിയാക്കാം. 1 ടേബിൾ സ്പൂണോളം മല്ലി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു നുള്ള് ചെറിയ ജീരകം, പിന്നെ 2-3 പട്ട ഗ്രാമ്പു ഏലക്ക, ഒരു ഡ്രൈ ലെമൺ, 2 ഉണക്കമുളക്, പിന്നെ 2 അല്ലി വെളുത്തുള്ളി എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതിനെല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കാം. പിന്നെ ചിക്കൻ ക്യൂബ് വേണം കേട്ടോ മസാലയ്ക്ക്. അപ്പോൾ ഒരു മന്തിയുടെ ഒരു പെർഫെക്റ്റ് കിട്ടും. ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ സ്പൈസസിനെല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ. കുറച്ച് ക്വാണ്ടിറ്റി തന്നെ എടുക്കുന്നുള്ളൂ, കാരണം പിന്നീടുത്തെ ആവശ്യത്തിനല്ല, ഇപ്പോഴത്തെ യൂസിന് മാത്രം. പിന്നീട് വെച്ച് അതിൻ്റെ സ്മെല്ലൊക്കെ പോയി കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവില്ല. ഡ്രൈ റോസ്റ്റ് ചെയ്തതിലേക്ക് കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ടൈമിൽ നമുക്ക് റൈസിനെ സോക്ക് ചെയ്യാൻ വെക്കാം. ഞാൻ ഏകദേശം ഒരു 3 പിടിയോളം റൈസ് എടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ ഒരു ഗ്ലാസ്സിൽ, ഈ ഒരു നാഴിയിൽ ഒരു 1.5 ഗ്ലാസ്. പൊടിച്ചതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു മാഗി ക്യൂബും ഇട്ട് നല്ലോണം ഒന്ന് ഫൈൻ പൊടിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ ഫൈനൊന്നും ആയില്ല.
ഇനി നമുക്ക് കുക്കർ വയ്ക്കാം. കുക്കറിലേക്ക് നമ്മൾ ഈ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചില്ലേ, അതൊരു അരമണിക്കൂർ മുമ്പെങ്കിലും പുറത്തെടുത്ത് വെക്കണം കേട്ടോ, ആ തണുപ്പ് പോകാനായിട്ട്. കുക്കറിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഓരോരോ പീസ്, എനിക്ക് ഭയങ്കര പറ്റിയ സങ്കടം എന്ന് വെച്ചാൽ പീസസ് വന്നിട്ട് ഭയങ്കര ചെറുതായി പോയില്ലേ, അത് മാത്രമുള്ളൊരു ബുദ്ധിമുട്ടായിട്ട്, ബാക്കിയെല്ലാം അടിപൊളിയാണ്. പക്ഷേ ഫുൾ ചിക്കൻ എടുക്കുകയാണെങ്കിൽ ഇതിനും അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ കാശ്മീരി ചില്ലി എടുക്കാനും നോക്കുക. ഇതെല്ലാം കൂടി നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊന്നും ആഡ് ചെയ്യണം, കാരണം ചിക്കനിൽ നല്ല അത്യാവശ്യം വെള്ളമുണ്ട്, അതിൽ കിടന്ന് കുക്കായിക്കോളും. ഞാനൊരു 2 സ്പൂണോളം വെള്ളമൊന്നും ഒഴിച്ചിട്ടോ, അടി പിടിക്കണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഒരു വിസിൽ മതി. പിന്നെ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനുള്ളതല്ലേ. ഇനി റൈസിന് വേണ്ട ഒരു ഒണിയൻ, 2-3 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു പച്ചമുളക്, ഒരു വലിയ തക്കാളി, പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച മസാല മാറ്റിയിട്ടുണ്ട്. ആ സെയിം ജാറിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം. പിന്നെ തക്കാളിനെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം, ജ്യൂസാക്കാം. ഇപ്പോൾ റൈസിന് വേണ്ട എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് സോക്ക് ചെയ്ത് വെച്ച റൈസിനെ കഴുകി വാരി എടുക്കാം. ഒരു 20 മിനിറ്റ്സ് റൈസ് സോക്ക് ചെയ്യാൻ വെക്കണം. നമുക്ക് എത്ര വെള്ളം ഇറങ്ങി വന്നേക്കുന്നത്, ഞാൻ ഇത്തിരി തന്നെ വെള്ളം ആഡ് ചെയ്തിട്ടുള്ളൂ, ഇത്രയും സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്ക് എടുത്തിട്ട് റൈസ് വെക്കാം. അപ്പോൾ റൈസിനൊക്കെ ഈ സ്റ്റോക്കിൽ റൈസ് കുക്കാക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കും റൈസിനൊക്കെ. ഇനി നമുക്കിതൊന്ന് ചിക്കനെ മാറ്റിക്കാം. ഈ കുക്കറിൽ തന്നെ കേട്ടോ ഞാൻ റൈസ് വെക്കുന്നത്. എനിക്ക് കുക്കറിൽ റൈസ് വെക്കുമ്പോഴാണ് ഇത്തിരി കൂടി സോഫ്റ്റായിട്ട് കിട്ടുക. ഞാനെപ്പോഴും കുക്കറിൽ 2 വിസിൽ. ഓക്കെ, അങ്ങനെ ചിക്കൻ എല്ലായിടത്തും മാറ്റുന്നുണ്ട്. ഈ ചിക്കനിൽ ഒരു മസാല വരട്ടിയിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ ചിക്കനെല്ലാം മാറ്റി. ഏകദേശം എനിക്ക് ഒരു 3/4 ഗ്ലാസോളം സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് റൈസിന് വേണ്ടി മെഷർ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഈ സെയിം കുക്കറിൽ തന്നെ നമുക്ക് റൈസ് കുക്കാക്കി എടുക്കാം. അതിന് വേണ്ടി കുറച്ച് ഓയിൽ ഒഴിച്ചു. ഒരു മീഡിയം സൈസ് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് സോഫ്റ്റായി വരട്ടെ. നല്ലോണം മിക്സ് ആക്കാം കേട്ടോ. നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. സവാള ഒന്ന് സോഫ്റ്റായി വരണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ മന്തിയിൽ നമ്മൾ മെയിനായിട്ട് കാണുന്നതാണ് കുരുമുളക്. പെപ്പർ ഇഷ്ടംമാതിരി അവിടെ ഇവിടേക്ക് കിടക്കുന്ന കാണാൻ ഒരു ഭംഗിയാവും. അങ്ങനെ കുറച്ച് പെപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ജീരകം, പിന്നെ മല്ലി. ഞാൻ മല്ലി ഇടുന്നില്ല, കാരണം എനിക്ക് മല്ലി അത്ര ഫ്ലേവർ ഇഷ്ടമല്ലാത്ത കാരണം മല്ലി ഇടുന്നില്ല. കുരുമുളകും ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചി ഇട്ട് കഴിഞ്ഞാൽ അടി പിടിക്കും, ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. പിന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്യുക. സവാളയ്ക്ക് നല്ല ഒന്ന് വഴഞ്ഞ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി തക്കാളി ആഡ് ചെയ്യാം. തക്കാളിയുടെ പേസ്റ്റ് ആക്കി വെച്ചില്ലേ അത്. വേണമെങ്കിൽ ഈ സവാള സോഫ്റ്റ് ആകാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ശരിക്കും ഉപ്പിടുമ്പോൾ നോക്കുക, കാരണം ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പുള്ളതാണ്, നമ്മുടെ ചിക്കനിൽ ഇതുണ്ട്. അപ്പോൾ കുറച്ച് സോൾട്ട് തന്നെ ഇട്ടാൽ മതി. നമ്മുടെ തക്കാളി പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അതിട്ട് നല്ലോണം ഇളക്കുക, കാരണം ഇഞ്ചി ഇടുമ്പോൾ അടി പിടിക്കുമല്ലോ, അത് തക്കാളി ഇടുമ്പോൾ ശരിയായിക്കോളും. ഇനി നമുക്ക് നമ്മുടെ മസാലയില്ലേ, നമ്മൾ പൊടിച്ച് വെച്ച മസാല അത് ഇട്ട് വെക്കാം. അത് ഫുൾ ഇടണ്ട, അതിൻ്റെ ഒരു പകുതി പോർഷൻ ഇതിലേക്കും പകുതി പോർഷൻ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യണം അതിൻ്റെ കൂട്ടത്തിലിടാം. കുറച്ചിലേക്ക് ഇട്ട് കൊടുത്തു. നല്ലോണം മിക്സ് ചെയ്യുക. ഈ മസാലയുടെ ഒരു പച്ചമണം പോകുന്ന വരെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നല്ലോണം മിക്സ് ആക്കുക, കൈ എടുക്കാണ്ട് ചെയ്യുക. ഇതിപ്പോൾ ഏതായിക്കോട്ടെ, ബിരിയാണി ആയിക്കോട്ടെ, മന്തി ആയിക്കോട്ടെ, അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു എത്രത്തോളം ഇളക്കുന്ന അത്രത്തോളം ടേസ്റ്റ് കൂടും. ഇനി നമുക്ക് നമ്മൾ ചിക്കൻ സ്റ്റോക്കില്ലേ, ഒരെണ്ണം നമ്മൾ മസാലയിലിട്ട് ഒരെണ്ണം ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്.
ചിക്കൻ സ്റ്റോക്ക് ഇടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. ഹെൽത്ത് വൈസ് അത്ര നല്ലതല്ലെങ്കിലും ഇതിടുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണല്ലോ. അങ്ങനെ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തു, ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ട് റൈസിനെ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കട്ടെ. റൈസും മസാലയും കൂടി നല്ല രീതിയിൽ ബ്ലെൻഡ് ആവുന്നവരെ ഒരു 20 മിനിറ്റ്സ് ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടാകും കേട്ടോ റൈസ്. ഇത് സെല്ല ബസ്മതി ഗോൾഡാണ് ഞാൻ എടുത്ത് വയ്ക്കുന്നത്. നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക മറ്റേ റൈസ് പൊട്ടിപ്പോവാണ്ട് നോക്കിയിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വാട്ടർ ആഡ് ചെയ്യാം. ഇപ്പോൾ കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ റൈസിൻ്റെ അത്രയും തന്നെ വെള്ളം ഒഴിച്ചാൽ മതി. കുക്കർ ആയതുകൊണ്ട് അല്ലെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ ആണ് മെഷർമെൻറ്റ് എടുക്കുക. കാരണം ആദ്യം നമ്മൾ സ്റ്റോക്ക് ഉണ്ടായില്ലേ, ചിക്കൻ സ്റ്റോക്ക്, അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാലൻസ് സാധാ വെള്ളം ചൂടുവെള്ളം കൊണ്ട് ഒഴിച്ച് കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിക്കരുത്, വെള്ളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഈ ടൈമിൽ വേണം നോക്കാൻ ഉപ്പുണ്ടോ നോക്കുക. എരിവ് പിന്നെ റൈസിന് ഒരുപാട് ഉണ്ടാവില്ലല്ലോ, ബിരിയാണി ഇല്ലല്ലോ, മന്തിയല്ലേ. അപ്പോൾ ഈ ഒരു പച്ചമുളകിൻ്റെയും പിന്നെ ആ 2 ഉണക്കമുളകും പെപ്പർ പൗഡർ ഉണ്ടായില്ലേ, അത് മതി. ടൈമിൽ ഉപ്പ് നോക്കുക, കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. പിന്നെ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി ലെമൺ യൂസ് ചെയ്ത് ഒഴിക്കുന്നുണ്ട് കേട്ടോ. 1 ലെമൺ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഡ്രൈ ലെമണും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡ്രൈ ലെമണിൽ ഒരു 2-3 ഹോൾസ് ഇട്ട് കൊടുത്താൽ നല്ലത്, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇട്ട് കൊടുത്താലും മതി. നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒരു 2 വിസിൽ എന്തായാലും വേണം. 1 വിസിലിൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ആയിട്ടുണ്ടായില്ല, അതാണ് ഞാൻ പറയുന്നത്. 2 വിസിൽ എന്തായാലും. നമ്മുടെ ചിക്കൻ്റെ മസാലയില്ലേ, അതിലേക്ക് നമ്മുടെ മറ്റേ മന്തി മസാല കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് കാശ്മീരി ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഇച്ചിരി വേണമെങ്കിൽ ഓയിൽ ഒഴിക്കുക കേട്ടോ, വെള്ളം ആഡ് ചെയ്യണ്ട. നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ കുക്കാക്കി വെച്ച ചിക്കനില്ലേ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ സെറ്റായി. പക്ഷെ മസാല കുറച്ച് അധികം വേണം കേട്ടോ. ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം ഈ മസാലേനെ ഒന്ന് കുക്കാക്കിയിട്ട് അതിലേക്ക് ഇടുമ്പോഴാണ് നമ്മുടെ ആ മസാല ഷവായി റെഡി ആവുള്ളൂ. ഞാൻ ഉണ്ടാക്കിയപ്പോൾ മസാല ഓൾമോസ്റ്റ് എല്ലാം ഈ ചിക്കൻ അബ്സോർബ് ചെയ്തു. ഇനി പാൻ വെച്ചു, ഓയിൽ ഒഴിച്ചു, ചിക്കനേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ എന്നൊരു ഷാലോ ഫ്രൈ. ശരിക്കും എനിക്ക് ഭയങ്കര സങ്കടം വെച്ചാൽ ഫുൾ ചിക്കൻ എടുക്കുകയാണെങ്കിലാണ് ആ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. പിന്നെ എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ 2 വിസിൽ വന്നതിന് മുമ്പ് വിസിലൊക്കെ കളഞ്ഞിട്ട് ഓപ്പൺ ആക്കുന്നുണ്ട്. നോക്കുമ്പോൾ റൈസ് എന്താ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത്തിരി വേവ് കുറവുണ്ട്, അപ്പോൾ ഞാൻ ഒന്നുകൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞ 2 വിസിൽ. ഞാൻ ഇതൊരു വിസിൽ തന്നെ തുറന്നു, പക്ഷേ 2 വിസിൽ അതാണ് കറക്റ്റ് റൈസിന്. ഈ റൈസിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനില്ലേ അതിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് സ്മോക്കും കൂടി ചെയ്താൽ നമ്മുടെ മന്തി റെഡി. അങ്ങനെ ചിക്കനെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മസാലയൊക്കെ റൈസിലേക്ക് ഇറങ്ങി ഒരു ½ ആൻ അവർ വെച്ചാൽ നല്ലത്. പിന്നെ നമുക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് നമ്മളെടുത്തു. പക്ഷേ ഉണ്ടല്ലോ, ബെസ്റ്റ് പാർട്ടെന്ന് പറയുന്നത് പിറ്റേ ദിവസം ഇത് കഴിക്കാനാണ് കേട്ടോ, അടിപൊളി. ചെറിയൊരു തട്ട് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ചാർക്കോൾ കത്തിക്കുന്നുണ്ട്. എനിക്ക് ചാർക്കോളിനെക്കാട്ടി നന്നായി തോന്നിയത് ചിരട്ടയില്ലേ, ചിരട്ടയുടെ ഒരു പീസ് കത്തിച്ചിട്ട് വെക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ഫ്ലേവറായിരിക്കും. ഓയിൽ ഒഴിച്ച് വേഗം അടയ്ക്കണം കേട്ടോ. അങ്ങനെ ഒരു 5 മിനിറ്റ്സ് വെച്ചാൽ മതി. ഇവിടെ എൻ്റെ ഹസ്ബൻഡിന് ഇക്കാക്ക് ഒരുപാട് സ്മോക്ക് ഇഷ്ടമില്ലാത്ത കാരണം നമ്മൾ വേഗം എടുത്ത് മാറ്റി. ഈ ചിക്കനെ മാറ്റിയിട്ട് നമുക്ക് റൈസിനെ